നമുക്ക് ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണിയിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മളെ സെൽഫിനെ നമുക്കൊരു മാറ്റിയെടുക്കണം. നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം. നമ്മുടെ തിങ്കിങ്ങിലാണെങ്കിലും നമ്മുടെ പ്രവൃത്തിയിലാണെങ്കിലൊക്കെ നമുക്ക് എപ്പോഴും നല്ല കാര്യങ്ങളായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. പക്ഷേ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്തു പോകാനോ ഒന്നും പറ്റാറില്ല. നമ്മൾക്കൊന്നും ഒരു ചിട്ടയും അടുക്കും ഇല്ലാത്ത ഒരു ലൈഫായിട്ടാണ് നമ്മൾ ലൈഫ് ഓരോരുത്തരും പോവുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പല വീഡിയോസ് കാണുമ്പോഴും ഈ ഒരു രീതിയിൽ പ്രൊഡക്റ്റീവ് ആക്കിയാലോ എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ ഈ രീതിയിൽ എൻ്റെ ലൈഫിനൊന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചാലോ എന്നൊക്കെ നമുക്ക് തോന്നാറ്. പക്ഷെ നമ്മളത് കാണും, പിന്നെ നമ്മളത് ശ്രമിക്കും, പിന്നെ നമ്മളത് അവിടെ ഇടും, പിന്നെ നമ്മുടെ ലൈഫ് അതേപോലെ തന്നെ പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും അങ്ങനെ ഒരു ഉൾവെളി വരും, പിന്നെ നമ്മൾ ട്രൈ ചെയ്യും. നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്, ഞാനും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ ഈ ഒരു ജേർണിയിൽ ഇപ്പോഴും ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. പക്ഷേ ഞാൻ കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ ഷെയർ ചെയ്യാറ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നത് സെൽഫ് ഇമ്പ്രൂവ് ആയിട്ട് പോകണം, സെൽഫ് ഒരു നല്ല രീതിയിൽ പോകണം, നല്ലൊരു തിങ്കിങ് എനിക്ക് ഉണ്ടാവണം, എൻ്റെ ലൈഫിനൊരു ചിട്ടി അടുക്കും എനിക്ക് കൊണ്ടുവരണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണാട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ലൈഫിലൊരു മാറ്റം വേണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് പേര് ഇപ്പോഴും ജേർണൽ റൈറ്റിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് ഉള്ള രീതിയിലല്ല, ഒരു സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ലൈഫിനൊരു അടുക്കും ചിട്ടയും വേണം, ഞാൻ എൻ്റെ ലൈഫിന് നല്ല രീതിയിൽ കൊണ്ടുപോകണം, എൻ്റെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു 5 കാര്യം കേട്ടോ ഞാൻ ഇതിൽ പറയണത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന 5 കാര്യങ്ങൾ. ഇത് മസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഉൾപ്പെടുത്തിയിട്ടിരിക്കണം. അതേപോലെ തന്നെ ഡെയിലി തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ലൈഫിന് ഒരു ഉന്മേഷം വേറെ തന്നെയാണ് തരും കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ആദ്യത്തേതെന്ന് പറയാൻ, രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുക. വർക്കൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഫോൺ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ വർക്കിലാണെങ്കിൽ തിരക്ക് പിടിച്ച് വർക്ക് ചെയ്യാൻ പോവുക, കാര്യങ്ങൾ, അതിൻ്റെ സ്ട്രെസ്സ് കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ അറിയില്ല നമ്മളെ ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകണേ എന്നുള്ളത്. എപ്പോഴും സെയിം റൂട്ടീനാണ്, നമുക്ക് തന്നെ ചിലപ്പോൾ ഭയങ്കര ബോറിങ് തോന്നുന്ന സെയിം റൂട്ടീൻ കാര്യങ്ങളായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പം ആദ്യം വേണ്ടത് നമ്മൾ തന്നെ നമ്മളിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താണ് നമ്മുടെ സെൽഫിൽ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടതെന്ന് ചിന്തിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം അത് ഞാൻ എല്ലാ വീഡിയോസിലും എപ്പോഴും പറയുന്നത്, നമ്മളൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്. പലർക്കും ചിലപ്പോൾ ജോലി ആവശ്യമുണ്ടാകും, അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമ്മുടെ ലൈഫിൽ. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഫാറ്റ് ആയിരിക്കും, അപ്പോൾ നമുക്കൊരു എക്സസൈസ് ഡയറ്റ് കാര്യങ്ങൾ കൊണ്ടുപോകണമായിരിക്കും. പക്ഷേ എല്ലാം നമ്മൾ ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന ലേസിനെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവില്ല. അപ്പം നമുക്ക് എന്താണ് ലൈഫിൽ ആവശ്യമുള്ളത്, ഒറ്റൊരു റീസൺ ആയിരിക്കും കേട്ടോ ഒരു മനുഷ്യന് ലൈഫിൽ ആവശ്യം. ഇപ്പം ഒരു ഫോൺ അഡിക്റ്റ് ആയിരിക്കാം ചില ആൾക്കാർ, അതേപോലെ തന്നെ എക്സസൈസും അവർക്ക് ആവശ്യമുണ്ടാകും, ഡയറ്റും അവർക്ക് ആവശ്യമുണ്ടാകും, അവരുടെ ക്യാരക്ടറിലും കുറേ ആവശ്യങ്ങളുണ്ടാകും, ദേഷ്യവും അങ്ങനെയുള്ളതൊക്കെ ചേഞ്ച് ചെയ്യണം. ഇതൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഒരു ഗുഡ് ഇമ്പ്രൂവ്മെൻറ്റ് ലൈഫിൽ ഉണ്ടാവുക. പക്ഷേ നമ്മൾക്ക് എന്തൊക്കെയാണ് ആവശ്യം ഉള്ളത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കില്ലല്ലോ. ഇപ്പം നമ്മൾ ഡെയിലി ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു, നമ്മളതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ, എന്തെങ്കിലും ചേഞ്ച് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണമെന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പം ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കാതെ എനിക്ക് എന്തെങ്കിലും ചേഞ്ച് വേണോ എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ചേഞ്ച് എന്താണ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത്, നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫിലൊരു ന്യൂ ആയിട്ട് നമ്മുടെ ക്യാരക്ടറിനെ ഒന്ന് പുതുതാക്കാൻ, അല്ലെങ്കിൽ അതിനൊരു സ്വീറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഗുഡ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് തിങ്ക് ചെയ്യാനും അത് നമ്മൾക്ക് ക്യാരക്ടർ മാറ്റാനും നമ്മളെ കൊണ്ട് പറ്റും കേട്ടോ. പക്ഷേ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ, എന്നെ മാറ്റാനേ പറ്റും, നിങ്ങളെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ അതാണ് ചിന്തിച്ച് കണ്ടെത്തേണ്ടത്. അതാട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു ഫസ്റ്റായിട്ട് കാണുന്ന ഒരാൾക്ക് ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ സെൽഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ മോശം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബാഡായിട്ട് ഫീൽ ചെയ്യുന്ന എന്താണുള്ളത് അതെന്തൊക്കെയാണെന്ന് ആദ്യം കണ്ടെത്താം. ഇനി നമുക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ മോർണിംഗ് റൂട്ടീൻ അത് നല്ല രീതിയിലായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള നമ്മളെ കാര്യങ്ങൾ നമുക്ക് കുറച്ചൊരു സമയം നമുക്ക് വേണ്ടി രാവിലെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം, എൻ്റെ ഇപ്പോഴത്തെ ഒരു 1.5 വർഷത്തിൻ്റെ ഒരു സമയമായിട്ട് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ജേണി ഇല്ല കേട്ടോ. മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞ ഒരു ജേണി ഇല്ല. കാരണം കുഞ്ഞു ബേബി മോളുണ്ട് 1.5 വയസ്സുള്ള. അപ്പോൾ ആളുടെ ഉറക്ക് പോലെയാണ് എൻ്റെ ഉറക്ക്. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉറക്കാണ്. അത് പ്രോപ്പറായിട്ട് ഒരു ടൈം ഉണ്ടാവണം. ഏകദേശം ഒരു 7-8 അവേഴ്സെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് മസ്റ്റാണ്. അതുകൊണ്ട് അത് ശ്രമിക്കുന്നതുകൊണ്ട് എൻ്റെ റൂട്ടീൻ പക്കയല്ല. പക്ഷെ അതിന് മുന്നേ വരെ രാവിലെ എഴുന്നേൽക്കുകയും എനിക്കായിട്ട് കുറച്ച് സമയം കാണാം. ആ സമയത്ത് ഞാൻ പ്രെയർ അതേപോലെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നത്. നിങ്ങൾക്കിപ്പോൾ
ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് മോർണിംഗ് എന്ന് പറയുന്നത് മസ്റ്റാണ്, രാവിലെ എഴുന്നേക്കുക എന്നുള്ളത്. അത് ചില ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഞാൻ ഇൻ്റർവ്യൂസിൽ കേട്ടു. നമ്മൾ ചില ആൾക്കാർക്ക് നമുക്ക് ഇത്ര ഉറക്ക് വേണം, അത് രാവിലെ എഴുന്നേക്കണം എന്ന് എവിടെയും ഒരു നിർബന്ധവും പറഞ്ഞിട്ടില്ല. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഉറക്കം നമുക്ക് എന്തായാലും ഒരു 7-8 hours ഉണ്ടാവണം. അപ്പം ചില ആൾക്കാർ നല്ല വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മോർണിംഗ് റൂട്ടീൻ നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ നമ്മളുടെ ആ ഒരു സെൽഫിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റൂ എന്ന് വിചാരിക്കരുത്. നമുക്ക് ഉറക്കം അത്യാവശ്യമാണ്. അപ്പം നമ്മൾക്ക് ചില സിറ്റുവേഷൻസ് ഉണ്ടാവും ഇതേപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാം അവരുടെ ഉറക്കിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉറക്കം മസ്റ്റായിട്ട് നമ്മൾ നോക്കണം. അങ്ങനെയൊന്നും അല്ല, നമ്മൾ പ്രോപ്പറായിട്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നവരാണ്. നമ്മൾ ലേസിനെസ് കാരണമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. രാവിലെ എഴുന്നേൽക്കുകയും രാവിലെ നിങ്ങളൊരു കുറച്ച് ഫ്രീ ആയിട്ട് നിങ്ങളുടെ മൈൻഡിനെ വിടാൻ, നിങ്ങൾ പ്രകൃതിയൊക്കെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഒരു ഫീലാണ് നമ്മുടെ മനസ്സിന്, നമ്മളുടെ ക്യാരക്ടറെ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ആ സമയത്ത് നമ്മൾ ജേർണൽ റൈറ്റിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ ഒരു ലൈറ്റ് ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് നമ്മളെ സെൽഫിനെ തന്നെ അന്നത്തെ ദിവസത്തിനെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ സന്തോഷങ്ങളെ പറ്റി ചിന്തിച്ചിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടാവണം കേട്ടോ. അതോടൊപ്പം തന്നെ പറയാണ്, നമുക്ക് ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലൊരു കാര്യം കേട്ടോ. അതുപോലെ നമ്മുടെ ആ ഹെൽത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം കേട്ടോ. നമ്മളിപ്പം ഒരുപാട് ഫുഡ് കഴിക്കുക, നമ്മുടെ ബോഡി അതിനനുസരിച്ച് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിൻ്റെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ആണെങ്കിലും നമ്മുടെ ബോഡിയുടേതായുള്ള പ്രശ്നങ്ങളെ ആണെങ്കിലും ബാധിക്കും. അപ്പം എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യം, അതിനായിട്ട് ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മോർണിംഗിൻ്റെ കൂടെ തന്നെ അത് പറയാം കേട്ടോ. കാരണം മോർണിംഗ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ടൈമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ വീട്ടിൽ ജോലിയും കാര്യം ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ, പെട്ടെന്ന് വർക്കിനൊക്കെ പോകേണ്ട ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്തിട്ട് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ. ആ രാവിലെ എഴുന്നേൽക്കുമ്പം നല്ല ഗുണമുള്ള കാര്യം കേട്ടോ. ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല, പക്ഷേ മോർണിംഗ് നമ്മളിപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് മോർണിംഗിൽ എഴുന്നേൽക്കേണ്ട ഒരു ആവശ്യങ്ങളുണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കാൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കും, ചിലപ്പോൾ ഒരുപാട് ജോലി വർക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കാറുണ്ട് കുറച്ച് സമയമൊക്കെ. അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പോസിറ്റീവ് ഒരു സംഭവം ഉണ്ടല്ലോ, അത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഒരു നല്ലൊരു ഫ്രഷ് ഡേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ മോർണിംഗിൽ എഴുന്നേൽക്കാനും ആ ഒരു ഫ്രഷ് എയറും ആ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലെ സൗണ്ടൊക്കെ, ആ സമയത്ത് സൗണ്ടൊക്കെ ഭയങ്കര കാമൻ ക്വയറ്റായിരിക്കും. അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ മോർണിംഗിൽ എഴുന്നേൽക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ നമ്മുടെ ഉറക്കം നമ്മുടെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. ഇപ്പം മോർണിംഗ് റൂട്ടീൻ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പറയാം, ചില ആൾക്കാർ രാവിലേക്ക് എഴുന്നേൽക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ് രാവിലെ എഴുന്നേൽക്കാം, രാവിലെ എഴുന്നേറ്റാണ് ജേർണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്കൊരു ഗുഡ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം വരും എന്നുള്ളത് അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ചില ആൾക്കാർ നമുക്ക് ഫ്രീ ടൈം ആയിരിക്കാം. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളിപ്പം ഒരു 8:30 പോകേണ്ടത് നമ്മൾ ചിലപ്പോൾ 8 മണിക്ക് 7:00 എണീറ്റ് സ്പീഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടൈം ഉണ്ടാവും, നമ്മുടെ മുന്നിൽ ഒത്തിരി ടൈംസ് ഉണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിലേക്ക് നമ്മൾ സ്ക്രീൻ ടൈം ആക്കി മാറ്റരുത്. നമ്മൾ ലൈഫിൽ കുറയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത്. ഫോൺ, മൊബൈൽ, അതുപോലെ തന്നെ ലാപ്ടോപ്പിലാണെങ്കിലും ഇനി ഇൻ കേസ് TV-യിലാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ഇരുന്നിട്ട് ഏത് നേരം ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഫോണായിരിക്കും ഇപ്പോഴത്തെ വില്ലൻ. അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പൊതുവേ എൻ്റെ ലൈഫിൽ അത് വളരെ കുറവാട്ടോ. കാരണം ഞാൻ ഫോൺ എന്ന് പറയുന്ന കാര്യത്തോട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളല്ല, പേഴ്സണലി അത്ര അറ്റാച്ച്ഡ് അല്ല. ആ അറ്റാച്ച്ഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് കുറേ ഡിസഡ്വാൻറ്റേജ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആസിഫ് അലിയുടെ കാര്യം കേട്ടിട്ടില്ലേ, ആളധികം ഫോൺ എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പല കോളുകളും എടുക്കാത്തതിൻ്റെ പേരിൽ റിലേഷൻഷിപ്പൊക്കെ കട്ടായി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടില്ലേ. അതേപോലെയാണ് എൻ്റെ കാര്യം. എനിക്ക് ഈ ഫോൺ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഫോൺ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യത്തിന് നോക്കി വെച്ചാൽ ഞാൻ റൂമിൽ തന്നെ വെക്കും. പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് പോയി എൻ്റെ ഫോൺ ഇപ്പോഴും എൻ്റെ മൂത്ത മോൾ എഴുന്നേറ്റപ്പോൾ തൊട്ട് അത് സൈലൻറ്റിലാണ്, ഇപ്പോഴും അത് സൈലൻറ്റിലാണ്. ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പോയി വിളിച്ചാൽ ഒരാൾക്ക് കിട്ടൂല. അങ്ങനത്തെ ഒരു പേഴ്സണാണ്. പലപ്പോഴും അതെനിക്ക് നല്ലതായിട്ടൊന്നും തോന്നില്ല, പക്ഷെ പല കാര്യങ്ങളും നല്ലതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് സ്ക്രോൾ ചെയ്തൊന്നും ഇരിക്കില്ല. കാരണം എനിക്ക് കാണേണ്ട ഒരു കാര്യത്തെ പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം എനിക്കൊരു ടൈമുണ്ട്. ഉച്ചയ്ക്ക് മോളൊക്കെ എടുത്താണെങ്കിൽ ആ ഒരു സമയത്ത് അതിനൊരു കുറച്ച് ടൈമിംഗ് ഉണ്ട്. അത് പണ്ടേ അങ്ങനെ കേട്ടോ. ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിലും മൂത്ത മോളുമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ ഫോൺ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പം
ചില സമയത്ത് എനിക്ക് എഡിറ്റും കാര്യങ്ങളൊക്കെ ഇതിലൊന്നും ടൈം കിട്ടുന്നില്ല. അപ്പോൾ ചില സമയം എടുക്കാറുണ്ട്. പക്ഷെ അവർ തന്നെ ഇങ്ങനെ സ്റ്റെക്ക് ചെയ്ത് നോക്കും അമ്മ എന്താ ചെയ്യണേന്നുള്ളത്. കാരണം അവരും കാണാത്ത ഒരു പുതിയ കാര്യമാണ് അമ്മ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ടൈം കിട്ടാത്ത സമയത്ത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാവരും സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ക്രീൻ ടൈം അധികം യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഒരു ഫിലിം കാണാൻ ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് തലവേദന. അതെന്തായാലും നമുക്ക് 2 മണിക്കൂർ എന്നെ പോലത്തെ ഒരാൾക്ക് അടിച്ചൊക്കെ ഞാൻ കാണുക. അപ്പം 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ. കാരണം ഫോൺ അത്ര ഇങ്ങോട്ട് അറ്റാച്ച്ഡ് ആവുന്നില്ലേ, ഫോണിലേക്ക് പോകാൻ അത്ര പറ്റുന്നില്ല. അതെന്തോ മുമ്പേ ഏതൊരു ഇഷ്ടമില്ല അതിലേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ. അതിലും കൂടുതൽ ഞാൻ കണ്ടുവരുന്നത് എനിക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫിലിം ഇഷ്ടമാട്ടോ കാണാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കാണാറുള്ളത്. അത് എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ലൈഫിലുണ്ടല്ലോ അവർ ഇങ്ങനെ നിങ്ങൾ അവർ അഡിക്റ്റ് ആവുന്നുണ്ടെന്ന് അർത്ഥം. നമ്മളിങ്ങനെ അത് ആദ്യമൊക്കെ നമ്മൾ എപ്പോഴും ഇരുന്ന് കാണും. പിന്നെ നമ്മളത് ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും എല്ലാ സമയത്തും നമ്മൾ അതുമ്പോൾ തന്നെയായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പലരുടെയും ലൈഫിൽ. അത് നമ്മളെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ സെൽഫിനെ തന്നെ കില്ല് ചെയ്യുന്ന ഒരു കാര്യമാണത്. നമ്മളിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു, നിങ്ങൾ വെറുതെ സ്ക്രോൾ ചെയ്ത് കളയായിരിക്കും ഓരോ കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ്. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ട കാര്യം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഫോൺ ഫുള്ളായിട്ട് ഒഴിവാക്കണം എന്നല്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫോണുമായിട്ട് അറ്റാച്ച്ഡേ ഇല്ലാതിരിക്കില്ല. ആവശ്യമാണ് ഫോൺ എന്നുള്ളത്. പക്ഷേ നമ്മളത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതിനൊരു ടൈം ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതാണ് മസ്റ്റായിട്ട്. പിന്നെ നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരേണ്ടത്, നമ്മുടെ ഒരു സെൽഫ് ചേഞ്ചിന് വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യം അതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ പോയിന്റ് എന്ന് നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫ്രീ ടൈം കിട്ടുമല്ലോ. അപ്പോൾ അടുത്ത പോയിന്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാട്ടോ റീഡ് ബുക്ക്. നന്നായിട്ട് ബുക്ക് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴേ എന്നെ സംബന്ധിച്ചിടത്തോളം ടൈം എനിക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ ഒരു 2-3 ബുക്കൊക്കെ എനിക്ക് വായിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഡെയിലി ബുക്ക് വായിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ബുക്സ് കുറേ ഉണ്ട്. നമ്മളെ കുറേ പുവർ ഡാഡ്, അതുപോലെ സീക്രട്ട്, ഇങ്ങനത്തെ കുറേ ബുക്സുകളുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള ബുക്സൊക്കെ ഇപ്പോൾ വായിച്ചിങ്ങനെ ഞാൻ പറഞ്ഞില്ല കംപ്ലീറ്റ് ആക്കാൻ പറ്റണേ ഇല്ല, വായിക്കാനേ പറ്റണില്ല. മാരേജ് കഴിഞ്ഞതിന് ശേഷം, മൂത്ത ആളായതിനു ശേഷം പിന്നെ കുറച്ചൊന്ന് ഫ്രീ കിട്ടി. പിന്നെ രണ്ടാമത്തെ ആൾ വന്നപ്പോഴത്തേക്ക് പിന്നെ തീരെയും ടൈമില്ല. അതുകൊണ്ട് റീഡിങ് എൻ്റെ ലൈഫിലൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഞാൻ ബുക്ക് വായിക്കാൻ ടൈം കണ്ടെത്താറുണ്ട് കേട്ടോ. അത് ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഡെഫിനറ്റ്ലി അത് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രഗ്നൻസി ജേർണിയിലാണ് ഞാൻ പിന്നെയും കൂടുതൽ ബുക്സ് വായിച്ചിട്ടുള്ളത്. നമ്മൾ ഭയങ്കര ഫ്രീ ആവുന്ന കാമാവുന്ന ഒരു ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ചധികം ബുക്സ് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റീഡിങ് ബുക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഗുഡായിട്ടുള്ള ഹാബിറ്റാണ്. നമുക്ക് ഫ്രീ ടൈം ആവും. നമ്മുടെ സ്ക്രീൻ ടൈമൊക്കെ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഫ്രീ ആയിട്ട് കിട്ടും. ആ സമയത്ത് ബുക്ക് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒത്തിരി ബുക്സിൻ്റെ റിവ്യൂ ഉള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെ ഞാൻ ബുക്ക് സെലക്ട് ചെയ്യാറ് കേട്ടോ. അങ്ങനെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ബുക്ക് സെലക്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് വായിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതിന് നിങ്ങൾക്ക് കിട്ടുന്ന വ്യത്യാസമുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു വലിയൊരു ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് തരാൻ പോണേ. മസ്റ്റായിട്ടാണ് നമ്മൾ ബുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക. പിന്നെ എല്ലാവർക്കും അതൊരു ഹോബി ആവണമെന്നില്ല, അതൊരു ഇൻട്രസ്റ്റ് ആവണമെന്നില്ല. അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള ബുക്സ് വാങ്ങാനും വായിക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് അതിനോട് ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കൊക്കെ കുറച്ച് വായിച്ച് വരണമെങ്കിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് വായിച്ചൊക്കെ വരുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അങ്ങനെ ആ ഒരു ലെവലിൽ എത്തുന്നവർക്കൊക്കെ വായിക്കുമ്പോഴാണ് അത് പെട്ടെന്ന് പിടുത്തം കിട്ടുക. ആദ്യമായിട്ട് റീഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് കുഞ്ഞു നോവൽസും അതുപോലെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉള്ള ബുക്സൊക്കെ എടുത്തിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെച്ചാൽ ജേണൽ റൈറ്റിംഗ്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജേണൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ ആ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ലൈഫിൽ കൊണ്ടുവരുന്നത്. ഇതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് തന്നെ മാറും. നല്ല പോസിറ്റീവ് വൈബുള്ള ഒരാളായിട്ട് മാറും. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ ജേർണലിംഗ് എന്ന് പറയുന്നത്. നിങ്ങളെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളെ തന്നെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. ജേർണലിംഗിൽ നിങ്ങൾ എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും അതിൽ എഴുതാം. നിങ്ങൾക്ക് ഉണ്ടായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒരുപാട് തരം ജേർണലിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നതാണ്. എൻ്റെ ജേർണലിങ്ങിൻ്റെ ആ ഒരു വീഡിയോയിൽ പോയി നോക്കിയാൽ അറിയാം. ഞാൻ ഇപ്പം ഭയങ്കരമായിട്ട് അതിൽ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഞാൻ എഴുതാറ്. കാരണം അതെനിക്കിപ്പോൾ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്.
എഴുതുന്നത്. അപ്പം നിങ്ങളുടെ വേല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ജേർണലിംഗ് എഴുതാം. അതിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ആയിട്ട് വഴക്കുവാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് അതുവരെ എഴുതാം. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ അറിയോ അതിൽ കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ഒരു കാര്യമായിരിക്കും. അത് നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് വേറൊരു തരത്തിൽ മനസ്സിലായി തുടങ്ങും. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഇനിയിപ്പോൾ ഞാൻ സംസാരിച്ച രീതി ശരിയില്ല എന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു മെൻ്റൽ ആ ഒരു സ്റ്റാറ്റസേ മാറ്റാൻ പറ്റും കേട്ടോ. ജേർണലിംഗ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഡെയിലി എഴുതുന്നത് വളരെ നല്ല കാര്യമാണ്. ഡെയിലി നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ അതിൽ എഴുതുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സൊല്യൂഷൻസും നിങ്ങളുടെ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് എഴുതുന്നവർക്ക് എഴുതാം. അങ്ങനെ അല്ലെങ്കിൽ വെറുതെ എഴുതി വെക്കാനാണ് താല്പര്യം, അങ്ങനെ എന്തായി കഴിഞ്ഞാലും അത് നിങ്ങൾ എഴുതുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഒരിക്കലും വേണ്ടാന്ന് വെക്കേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ജേർണലിംഗ് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.